ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഹൃദ്രോഗത്തിൻ്റെ വിവിധ കാരണങ്ങൾ എന്താണ്, ഹൃദ്രോഗത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ച എന്ന വണ്ണം ഹൃദ്രോഗത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്, മാനസികമായിട്ടുള്ള നമ്മുടെ ഒരുക്കം എന്താണ്, ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുവാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഡോക്ടർ ബ്ലസൻ വർഗീസിനെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ബ്ലോക്ക് ആൻജിയോഗ്രാം നടത്തി ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായാൽ ഉടനെ ആൻജിയോപ്ലാസ്റ്റി നടത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലാതെ ഈ ബ്ലോക്ക് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ടോ? ഈ ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പ്ലാക്ക് എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത്. അതിൻ്റെ സയൻറ്റിഫിക് ടേം പ്ലാക്കാണ്. അപ്പോൾ ഈ പ്ലാക്ക് എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ ഈ രക്തക്കുഴലുകളിലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ചെന്നെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലിനകത്തുള്ള പ്ലാക്കുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഈ പല്ലിലൊക്കെ കാണുന്ന പ്ലാക്കിന് അത്രയും കട്ടിയാണ്. അത് വളരെ അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ട്, സ്മൂത്ത് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഫൈബ്രസ് ടിഷ്യൂ, കാൽസ്യം, സ്മൂത്ത് മസിൽസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം നല്ല കല്ല് പോലെ ഇരിക്കും, നല്ല കട്ടിയാണ്. അതിൻ്റെ ഒരു ഭാഗം സോഫ്റ്റ് പ്ലാക്കായിട്ട് മാറി അതിനകത്ത് റപ്ചർ വരുമ്പോഴാണ് ഈ അറ്റാക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ വൾനറബിൾ പ്ലാക്ക് എന്ന് പറയുന്നത്, കൊളസ്ട്രോൾ റിച്ച് പ്ലാക്സ്. അപ്പം ഈ ഒരു പ്ലാക്ക് നമുക്ക് ശരിക്കും പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ നമ്മൾ ഒരു തുള്ളി പോലും ഫാറ്റ് കഴിക്കാതിരുന്നാൽ പോലും ഉണ്ടായ പ്ലാക്കിനെ നമുക്ക് അതിനെ ലയിപ്പിച്ച് കളയാനായിട്ട് സാധിക്കത്തില്ല. ഇല്ല. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ കഴിച്ചാലും എല്ലാം ഈ പ്ലാക്കിൻ്റെ ഗ്രോത്തിനെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാമെന്നല്ലാതെ അതിനെ റിഗ്രസ് ചെയ്യിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ ഒരു എവിഡൻസ് വെച്ചിട്ട് ഒരു മരുന്നുമില്ല. ഒരു ശാഖയിലും, ഒരു ആയുർവേദ ശാഖയാണെങ്കിലും എല്ലാം നമ്മൾ, കാരണം ഇതെല്ലാം പഠനങ്ങൾ, ഇപ്പം നമുക്കിതെല്ലാം ഇമേജ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. നമുക്ക് അറിയുന്ന പോലെ CT ഉണ്ട്, OCT എന്ന് പറയും, ഒപ്റ്റിക് കൊഹറൻസ് ടോമോഗ്രാഫി. ഈ വെസലിനകം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മൈക്രോൺസ് ആണ്. മൈക്രോൺസിൽ, അതായത് ഒരു പ്ലാക്കിനെ നമ്മൾ അതിൻ്റെ മൈക്രോൺസ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും രീതിയിൽ നമ്മൾ പഠിച്ച് അതിൽ പല സ്റ്റഡികളും, ചിലരിത് യോഗി ഡയറ്റ് നോക്കിയിട്ടുണ്ട്, ചില സീ ഫുഡ് ഡയറ്റ്, വെറും ലോ കാലറി, അതായത് 600 കാലറി വരെയൊക്കെ കഴിച്ചുകൊണ്ട് ഒരു പ്ലാക്കിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. 3 വർഷം വരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ 3 വർഷത്തിന് അവസാനം നമ്മൾ അതിനെ ഇമേജ് ചെയ്യുമ്പോഴും ഈ പ്ലാക്ക് കല്ല് അതുപോലെ ഇരിക്കുക, അത് റിഗ്രസ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്ലാക്ക് റിഗ്രഷൻ എന്ന് പറയുന്നത് വളരെ ഓൾമോസ്റ്റ് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാക്ക് വരുമ്പോൾ അതിനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തന്നെ അതിനെ ഹൈ പ്രഷറിലാണ് ഇതിനെ ക്രഷ് ചെയ്യുന്നത്. നമ്മൾ ഈ ബലൂൺസിൽ 20-30 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് നമ്മൾ പോകുമ്പോഴാണ് ഇത് ഈ പ്ലാക്ക് ക്രഷ് ചെയ്തിട്ടാണ് സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അത് നമ്മൾ ഏറ്റവും സ്റ്റീനോസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയതായിട്ടുള്ള പ്ലാക്കുകൾ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുള്ളൂ. ബാക്കിയുള്ള പ്ലാക്ക് ഒരു 30% അല്ലെങ്കിൽ 40% പ്ലാക്കുണ്ട്. അങ്ങനെയുള്ള ഒരു രോഗിയോട് വളരെ കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് ഈ പ്ലാക്ക് ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതൊരിക്കലും പിന്നീട് ഒരു 80% പ്ലാക്കായിട്ട് മാറരുത്. അതിനുള്ള എവിഡൻസ് വളരെ സോളിഡാണ്. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയും മരുന്ന് കഴിക്കാത്ത ഒരു രോഗിയും തമ്മിൽ ഈ ഒരു പ്ലാക്കിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പം മരുന്ന് കൃത്യമായിട്ട് കഴിച്ച ഒരു പേഷ്യൻറ്റിൽ പലരിലും ഈ പ്ലാക്ക് തീരെയും ഗ്രോ ചെയ്യാതെ അതേ സ്റ്റാറ്റസിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്ലാക്ക് മരുന്ന് കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നെവിറ്റബിളി ഈ പ്ലാക്ക് ഗ്രോ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഒരു പുതിയ അറിവാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഈ ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ പറയും ഇത് അലിയിച്ച് കളയാനുള്ള മരുന്നൊക്കെ ഉണ്ട്, അത് അലിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇത് ഉണ്ടായാൽ പിന്നീട് അലിയത്തില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരാൾക്ക് അലിയിക്കാൻ പറ്റുമെന്ന്, അത് ഏത് ശാസ്ത്രശാഖയാകട്ടെ ഏത് ആവട്ടെ, ഇന്ന് അത് ഒബ്ജക്റ്റീവ്ലി നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ
ദാറ്റ് വിൽ ബി എന്തുവാ വേൾഡിലെ ഈ കൊറോണ വാക്സിനേക്കാളും കൂടുതൽ ഡിമാൻഡിൽ അത് പോകും. കാരണം ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ത്രെറ്റായിരുന്നത്. അപ്പം അത് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട്, അത് കൊറോണറി ആർട്ടറിയിലെ പ്ലാക്കിനെ അത് ലയിപ്പിച്ച് കളയും. ഞാൻ ഇന്നൊരു ആൻജിയോഗ്രാം ചെയ്തിട്ട് ആ ആൾക്ക് 6 മാസത്തേക്ക് ഈ മരുന്ന് കൊടുത്തിട്ട് 6 മാസം കഴിയുമ്പോൾ ഞാൻ അതിനെ റിപ്പീറ്റ് ആൻജിയോഗ്രാം ചെയ്ത് കാണിച്ചു തരാമെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ആ മരുന്നിനായിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് ഭക്ഷണക്രമം അതിനകത്ത് ഒരു വലിയ ഘടകമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കേണ്ട ചില മാറ്റങ്ങൾ ഇതിനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യും എന്ന് ഡോക്ടർക്ക് ബോധ്യമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ. നമുക്ക് ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ എല്ലാം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഒരു ഗ്രൂപ്പ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ തുടക്കം മുതലേ, അതായത് എത്രയും നേരത്തെ നമ്മൾ തുടങ്ങുന്നോ അത്രയും ഗുണം ഉണ്ട്. ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു 50 or 60 വയസ്സായ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, ആ രോഗിക്ക് ഈ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തിയുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുമോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ആ രോഗി ഓൾറെഡി ആ ഒരു ഫേസ് കഴിഞ്ഞു, പ്ലാക്കുകൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്ലാക്കുകളാണ് അയാളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുന്നത്. നേരെ മറിച്ച് ആ ആളുടെ മക്കൾ, കാരണം അവർക്ക് ജനറ്റിക്കലി ഒരു സ്ട്രോങ് ചാൻസ് ഉണ്ട് ഈ രോഗം കിട്ടാനായിട്ട്. അപ്പോൾ അവർ ഒരു 10-20 കൊല്ലം മുമ്പാണ് പുറകിലാണ് നിൽക്കുന്നത് ഇപ്പം ഈ ഒരു നാച്ചുറൽ ഹിസ്റ്ററിയിൽ. അപ്പോൾ ആ ആൾക്കാർ, ഈ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഈ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം 20 കൊല്ലം കഴിയുമ്പോൾ കാണും. അപ്പം നമ്മൾ ഭക്ഷണ രീതിയിൽ എന്ന് പറയുമ്പോൾ ഹാർട്ട് ഫ്രണ്ട്ലി ഡയറ്റ്. അപ്പോൾ ഹാർട്ട് ഫ്രണ്ട്ലി ഡയറ്റിൽ ഏറ്റവും പ്രധാനം, നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ ഇന്നത് കഴിക്കരുത് എന്നുള്ളതിനേക്കാളും എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം 2-3 കാര്യങ്ങൾ. ഒന്ന്, ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഡയറ്റായിരിക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് അടങ്ങിയിരിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആവശ്യത്തിന് അടങ്ങിയിരിക്കണം. 4, എക്സസീവായിട്ടുള്ള കാലറി അകത്ത് കയറരുത്. അപ്പം നമുക്ക് ഈ ഒരു ഹാർട്ട് ഫ്രണ്ട്ലി ഡയറ്റ് എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ ഫുഡ്. ഫൈബർ റിച്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈബർ ഇല്ലാത്തത് എന്താണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. എന്തുവാ സോഫ്റ്റ് ആയിട്ടുള്ളതും മിനുസപ്പെടുത്തിയതും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഒരു ഫൈബർ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് ഈസ് റിച്ച് ഇൻ ഫൈബർ. നമ്മൾ ആ ഓറഞ്ച് മുഴുവനായിട്ട് കഴിക്കുമ്പോൾ, ആ ഓറഞ്ച് ജ്യൂസായി കഴിയുമ്പം അതിൽ ഫൈബർ ഇല്ല. അപ്പം നമ്മൾ ആ ഒരേ സാധനം തന്നെ നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടും കഴിക്കാം, ഫൈബർ ഇല്ലാതെയും കഴിക്കാം. നമ്മുടെ അരി തവിട് വെളുപ്പിച്ച് കഴിക്കുമ്പോൾ അതിൽ ഫൈബർ പോകുന്നു. അല്ലെങ്കിൽ അതിനെ നമ്മുടെ വീറ്റിനെ നമുക്ക് മൈദയാക്കി മാറ്റി കഴിയുമ്പോൾ അതൊരു ടോക്സിനായിട്ട് മാറുക. നമ്മൾ ഓൾ വീറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഗോതമ്പ് പൊടി, ഇതിലെല്ലാം ഫൈബർ ഉണ്ട്. എന്നാൽ അതിനെ അങ്ങ് ഫൈനാക്കി മാറ്റി കഴിയുമ്പോഴത്തേക്ക് അതിൽ ഫൈബർ ഇല്ല. ഇത് തന്നെയാണ് ദ സെയിം തിങ്. നമ്മുടെ ഏത് വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഫൈബറിനെ ഡിസ്ട്രോയ്, നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈബർ അങ്ങ് പോവാണ്. അതിനെ അങ്ങ് പ്രോസസ്സ് ചെയ്ത് ആയി കഴിയുമ്പോൾ അതിൻ്റെ ഫൈബർ പോവാണ്. ഓക്കെ, അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കും. ഡോക്ടറെ, ഇന്നത്തെ പല അസുഖങ്ങളും നമ്മുടെ ജീവിതക്രമത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ടാണ്. ഹൃദ്രോഗവും അതുപോലെയുള്ള ജീവിതക്രമത്തിലെ ഭക്ഷണക്രമത്തിലെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഭക്ഷണവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗ അനുഭവങ്ങൾ, ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്ന് തൊട്ട് ഇത് ഉപയോഗിച്ചാൽ ഇതിൻ്റെ ഇഫക്റ്റ് പിന്നീട് കണ്ടു തുടങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാട്ടെ. നമുക്കറിയാം, ഇന്ന് ഹൃദ്രോഗത്തിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഹൃദ്രോഗികളുടെ എണ്ണം, ഹൃദ്രോഗം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേവലം സ്കൂൾ വിദ്യാർത്ഥികൾ, അതുപോലെ യുവാക്കൾ, അങ്ങനെ പണ്ട് കാലത്ത് നമ്മൾ ഒരിക്കൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചെറുപ്രായത്തിലുള്ള ആൾക്കാർക്ക് പോലും ഹൃദ്രോഗം വന്ന് മരണപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റമാണ്. ഒരു റാപ്പിഡ് അർബനൈസേഷൻ എന്ന് പറയാം. നമ്മുടെ ഒരു കൾച്ചറൽ ചേഞ്ച് വളരെ സ്പീഡിൽ, നമ്മളുടെ പെട്ടെന്ന്, നമുക്കറിയാം ഒരു 10-30 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം വളരെ
പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് നമ്മൾ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നൊരു മധ്യവയസ്കരായിട്ടുള്ള പലരും സ്കൂളിൽ പോയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ഒരു രീതിയിലല്ല ഇന്നത്തെ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് നടന്ന് സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകുന്നു, നമ്മൾ മറ്റു തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നു. ഇന്ന് ഇതെല്ലാം കുറഞ്ഞു. ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പണ്ട് നമ്മൾ ഈറ്റിംഗ് ഔട്ട് തന്നെ വളരെ എന്തെങ്കിലും മാസത്തിലൊരിക്കലോ അല്ല 6 മാസത്തിലൊരിക്കലോ ആണ് നമ്മൾ പുറത്ത് പോയിട്ട്, അതെ, പ്രത്യേക ഒക്കേഷൻസിൽ മാത്രമേ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ. ഇന്നത് തിരിഞ്ഞ് ഇന്നൊരു ഡെയിലി അഫെയർ ആണ്. എല്ലാ ദിവസവും കഴിക്കുന്നത് പുറത്തെ ഫുഡ് തന്നെയാണ്. അപ്പം നേരെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ കൾച്ചറൽ ചേഞ്ചിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള ഒരു അപ്സൈഡ് ഡൗൺ വ്യത്യാസം, ആ ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിലും രോഗങ്ങളിലും എല്ലാം പ്രകടമാവുകയാണ്. അപ്പം നമുക്കറിയുന്നത് പോലെ ഇന്ന് ഒബീസിറ്റി ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ പൊണ്ണത്തടി ഭയങ്കര ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രമേഹം, നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഒരു പ്രമേഹ രോഗികളുടെ ക്യാപിറ്റലാണ്. ലോകത്തിൽ 2025 ആകുമ്പോഴത്തേക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യയിലായിരിക്കും. ആ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ മുൻപിൽ അതെ, ഇന്ത്യയിലായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, നമ്മുടെ നാട്ടിലെ നമ്മുടെ ആവറേജ് കൊളസ്ട്രോൾ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ സൊസൈറ്റിയിലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഇത് ഒന്നിച്ച് വരുമ്പോൾ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടി വരികയാണ്. അപ്പം നമുക്ക് കാണുന്നത് പോലെ നമ്മുടെ ഇത് ഒന്നിച്ച്, അതായത് ഒന്ന് ഭക്ഷണ രീതിയിലുള്ള നമ്മുടെ മാറ്റങ്ങൾ, തീരെയും ഹാർട്ട് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ഡയറ്റ് നമ്മൾ സ്വീകരിക്കുന്നത് കാരണമുള്ള മാറ്റങ്ങൾ. 2, നമ്മുടെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നു, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ എണ്ണം കൂടുന്നു, പിന്നെ സ്മോക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമക്കുറവ്. ഇന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ, അതെ, ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ പലപ്പോഴും ഞാൻ സ്കൂൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. രാവിലെ 6 മണി മുതൽ തന്നെ അവർ ട്യൂഷൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ട്യൂഷൻ, അതുപോലെ കമ്പ്യൂട്ടറിന് ഇപ്പം പ്രത്യേകിച്ച് ഓൺലൈൻ സ്റ്റഡിയാണ്, നമുക്ക് കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നേ പറ്റൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണ്ട് കുട്ടികളായിരുന്നപ്പോൾ കളിച്ച് വളർന്ന കുട്ടികൾ ഇന്ന് കളി എന്നുള്ളത് ഒരു അപൂർവമായിട്ടുള്ള ഒരു വിനോദമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള പിന്നെ പ്രഷേഴ്സ് ഓഫ് ലൈഫ്, സ്ട്രെസ്സ് കൂടിക്കൊണ്ടിരിക്കുക. ആൾക്കാരുടെ വർക്ക്, നമ്മൾ പണ്ട് ഒരു 8 മണിക്കൂറാണ് ഒരാൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ഇന്ന് നേരെ തിരിഞ്ഞ് 16 മണിക്കൂർ വർക്കും 8 മണിക്കൂർ വിശ്രമം എന്നുള്ള രീതിയിലാണ് ഇന്ന് പല IT ഫീൽഡിലൊക്കെ ഉള്ളവർ വർക്ക് ചെയ്യുന്നത്. വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ ഇല്ലാത്ത കാരണം, നല്ലൊരു സ്ലീപ്പ് ഇല്ലാത്ത കാരണം, ലാക്ക് ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ശരിക്കും അതിൻ്റെ ഇംപ്ലിക്കേഷൻ പ്രധാന ഘടകമാണ്, വളരെ പ്രധാന ഘടകം. അത് നമ്മുടെ ശരീരത്തെ, കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു മെഷീനറിയാണ്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മെഷീനറിയും കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ലെസ് ആയി മാറുന്നു. അതിനെ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞ സെയിം തിങ് നമ്മുടെ ശരീരത്തിനും ആവശ്യമായ വിശ്രമം കിട്ടാതെയുള്ള ഇങ്ങനെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പോട്ട് പോകാവുന്ന ഒരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ അതിൻ്റെ ഇഫക്ട്സ്, അതിൻ്റെ നെഗറ്റീവ് ഫങ്ഷൻ കുറഞ്ഞ് അത് രോഗമായിട്ടും അതിൻ്റെ ഒരു അസന്തുലിതാവസ്ഥയായിട്ട് പ്രകടമാവുന്നു. ഇതിനെയാണ് നമ്മൾ രോഗമെന്ന് വിളിക്കുന്നത്. അതെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത്. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ സ്ട്രെസ്സ് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. സ്ട്രെസ്സ് വർദ്ധിക്കത്തക്ക രീതിയിലുള്ള ജോലിക്രമങ്ങളും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് ഇല്ലായ്മ, റെസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിലുള്ള ഒരു ബന്ധം വീണ്ടും ഡോക്ടർ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമുക്കറിയുന്നത് പോലെ നമ്മൾ പലപ്പോഴും പറയും ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എക്സസൈസ് തീർച്ചയായിട്ടും ആവശ്യമാണ്. എന്നാൽ എക്സസൈസിനോട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലാക്ക് ഓഫ് റെസ്റ്റ്. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമവും ഈ പ്രത്യേകിച്ച് ഉറക്കം നമുക്കറിയാം. ഈ ഉറക്കം എന്ന് പറയുന്നത് ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആക്റ്റീവ് സ്റ്റേറ്റാണ്. അത് ഒരു വിശ്രമിക്കുകയല്ല നമ്മൾ. അപ്പം ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു വളരെ ആക്റ്റീവ്, അതുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അത് ഒരു
നമ്മുടെ എന്തുവാ ഗ്രോത്തിലും അതുപോലെയുള്ള നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. അപ്പോൾ ഈ ഒരു ഉറക്കമില്ലായ്മയും അതുപോലെ തന്നെ ഈ സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, നമുക്ക് വിശപ്പ് കൂടുന്നു, അപ്പോൾ അത് നമുക്ക് പൊണ്ണത്തടിക്ക് കാരണമാകുന്നു. ആ പൊണ്ണത്തടി കൂടി നിന്നുമ്പോഴത്തേക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നു, ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു അസന്തുലിതാവസ്ഥ തുടങ്ങുന്നത് വളരെ ഏർലി ഏജസിലാണ്. പലപ്പോഴും വിചാരിക്കും, നമ്മൾ പറയുന്ന ഈ പ്രായത്തിൽ നമുക്ക് ഇതൊക്കെ അധ്വാനിക്കാം, ഈ പ്രായത്തിൽ നമുക്ക് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ അധ്വാനിക്കാം, ഈ ഒരു പ്രായം യങ് ഏജ്. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് നമ്മൾ കാണാൻ തുടങ്ങുന്നത് ഒരു മിഡിൽ ഏജ് ആകുമ്പോഴാണ്. അപ്പം പണ്ട് 60, 70, 80 വയസ്സിൽ വരുന്ന രോഗങ്ങളെല്ലാം മുമ്പോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതെ, 35, 40, 50 വയസ്സിൽ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഈ ഹൃദ്രോഗത്തെ സംബന്ധിച്ച് ഒരുപാട് വിലപ്പെട്ട ഇൻഫോർമേഷനാണ് ഡോക്ടർ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ഈ ഹൃദ്രോഗം വരാതിരിക്കുന്നതിനും അഥവാ വന്നു കഴിഞ്ഞാൽ അവരെടുക്കേണ്ടതായിട്ടുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ അവബോധം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളിതിനെക്കുറിച്ച് അവെയറായിരിക്കും. അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അത് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് തീരും. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് കൂടുതലായിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നമുക്കറിയാം, ഹൃദ്രോഗം നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എല്ലാവർക്കും, അതായത് ഒരു സമൂഹത്തിലെ എല്ലാ ആളുകളിലും ഹൃദ്രോഗ സാധ്യത ഏതെങ്കിലും ഒരു പ്രായത്തിലുണ്ട്, അതിൽ സംശയമില്ല നമുക്ക്. എന്നാൽ ചിലരിൽ അതൊരു ഇവൻ്റ് അല്ലാതെ, ഒരു ഹൃദ്രോഗം വരാതെ അവരുടെ ആയുസ് കഴിഞ്ഞു പോകുന്നു. എന്നാൽ മറ്റു ചിലരിൽ അത് ആയുസിൻ്റെ പല സമയത്തായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അത് തെളിഞ്ഞു വരാം. അപ്പം ഇതിലേറ്റവും പ്രധാനം നമ്മുടെ ഹൃദ്രോഗ സാധ്യത എന്തെന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സിനെ അനുസരിച്ചാണ്. ആ റിസ്ക് ഫാക്ടേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഒരുപക്ഷെ നമ്മുടെ ജനറ്റിക് റിസ്ക് ആണ്. അതായത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹൃദ്രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏർലി ഏജസിൽ, അതായത് ഒരു 50 വയസ്സിനോ 60 വയസ്സിനോ മുമ്പ് ഹൃദ്രോഗം വന്നിട്ടുള്ള ഫാമിലിയിൽ ഫസ്റ്റ് ഡിഗ്രിയിൽ ഇപ്പം നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ ഹൃദ്രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ പല പേഷ്യൻസിനെയും അവരുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൂടെ നിന്ന മകൻ ഹൃദ്രോഗം മൂലം മരിച്ചുപോയി എന്ന് പറയും. അപ്പോൾ നമുക്ക് വളരെ ഫീൽ സോറി, കാരണം ആ ആളിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. ആ വാർഡിലും അപ്പൻ്റെ ആൻജിയോപ്ലാസ്റ്റി സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്ന ആളാണ്. പക്ഷേ ആ ആൾ പലപ്പോഴും സിംറ്റംസ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തില്ല, നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ പുറത്തായിരുന്നു, മരിച്ചുപോയി. ഇതൊരു സ്ഥിരം കഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജനറ്റിക്സ് ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ തന്നെ അസസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിസ്ക് അസസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 2, നമുക്ക് ഈ നമ്മൾ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ്. 1, പ്രമേഹം. നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ പോയി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം എന്ത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിംറ്റം ഫ്രീ ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സിംറ്റവും ഇല്ല, നിങ്ങളുടെ എഫേർട്ട് ടോളറൻസ്, നിങ്ങളുടെ ശേഷി, കാര്യക്ഷമത നോർമലാണെങ്കിൽ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് HbA1c ഇതെല്ലാം നോർമലായിട്ട് കീപ്പ് ചെയ്യുക, നിങ്ങളുടെ വെയിറ്റ് നോർമലായിട്ട് കീപ്പ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സിംറ്റവും ഇല്ലെങ്കിൽ വെറുതെ പോയി ECG എടുത്ത് നോക്കിയോണ്ടൊന്നും അറിയാനില്ല. ഇനി അല്ല, നിങ്ങൾക്ക് സിംറ്റംസ്, എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് പ്രകടമാവുന്നുണ്ടെങ്കിൽ, അത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ കാര്യക്ഷമത കുറവ്, അതായത് നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നുന്നില്ല. മുമ്പ് ഈസി ആയിട്ട് കയറിക്കൊണ്ടിരുന്ന സ്റ്റെപ്പ് ഇപ്പോൾ അത് കയറി മുകളിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ അണയ്ക്കുന്നു. അത് ഒരു ഏജിങ്ങിൻ്റെ ഫാക്ടർ കൊണ്ട് അല്ല, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പലപ്പോഴും ഏജിനെ ഒരു അക്കൗണ്ട് ചെയ്യുന്നതാണ്. ഏജ് കാരണമാണ്. ഏജ് ഒരിക്കലും ഒന്നും ചെയ്യുന്നില്ല. നമുക്കറിയാം, വളരെ ആക്റ്റീവായിട്ടുള്ള ഏജ് അല്ല, അത് ആക്ച്വലി ഏജ് അനുസരിച്ച് കുമിഞ്ഞുകൂടുന്ന പാത്തോളജിയാണ്, അല്ലെങ്കിൽ രോഗാവസ്ഥയാണ്. അതിന് വളരെ ചുരുക്കം പേർക്ക് തടി പെട്ടെന്ന് കൂടിയ കാരണം ഉണ്ടാവാം. എന്നാൽ പോലും അത് രോഗമില്ലാത്ത അവസ്ഥയാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ
ശ്വാസം മുട്ടൽ, ബ്രീതിങ് ഡിഫിക്കൽറ്റി, അണപ്പ് അല്ലെങ്കിൽ കിതപ്പ്. പിന്നെ വളരെ ചുരുക്കം പേർക്ക് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഞ്ചേനൽ പെയിൻ തോന്നാം. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ഫുൾനെസ്, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഇതെല്ലാം ഒരു ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊളസ്ട്രോൾ കൂടുതലുള്ള രോഗിയാണെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കിഡ്നി ഡിസീസ്, ഇങ്ങനെയൊക്കെ പല ഫാക്ടേഴ്സ് ഒന്നിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാത്തു നിൽക്കരുത് ഒരു ഹൃദ്രോഗം ഉണ്ടോ എന്നറിയാനായിട്ട്. അങ്ങോട്ട് പോയി ചെക്ക് ചെയ്ത് ഹൃദ്രോഗമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. കാരണം പലപ്പോഴും നമ്മൾ ഈ ചിന്തകൾ വരുമെങ്കിലും നമ്മൾ പിന്നെ ആകട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ മാറ്റിവെച്ച് അവസാനം നെഞ്ച് വേദന, നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഭാഗം ഹാർട്ട് നശിച്ചു പോയി. അതിനിട വരരുത്, അതിന് മുമ്പ് തന്നെ. കാരണം ഇന്ന് നമുക്ക് കാർഡിയോളജിയിൽ ഒരു ഹൃദ്രോഗം തടയാനുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സാ വിധികളും നമുക്ക് ലഭ്യമാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഈ ഒരു ഇവൻ്റ് ഉണ്ടായിട്ട് വരുന്നതിലും എത്രയോ നല്ലതാണ് നേരത്തെ അത് കണ്ടുപിടിച്ച്. പലരും അതിനെ നെഗറ്റീവായിട്ട് ഞാൻ എന്തിനാ ഹൃദ്രോഗിയാണെന്ന് ഇപ്പോഴേ അറിയുന്നത്. എന്നാൽ മറ്റ് രോഗങ്ങൾ പോലെ അല്ല. അതായത് ഇപ്പോൾ ഒരു ക്യാൻസർ വന്ന് ക്യാൻസർ രോഗിയാണെന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് വലിയ ഗുണം ഉണ്ടാവാറില്ല. കാരണം പല ക്യാൻസറുകൾ ഇപ്പോഴും നമുക്ക് അതുപോലെയല്ല ഹൃദ്രോഗം നമുക്കറിയാം. നേരത്തെ നമ്മളത് കണ്ടുപിടിച്ച് അതിൻ്റെ ആക്ഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാതെ ആളിനെ 80-90 വയസ്സ് വരെ കൊണ്ടുപോകാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ പക്ഷേ അത് പൊടുന്നനവെ വരുമ്പോഴും, അസമയത്ത് വരുമ്പോഴും, അസ്ഥാനത്ത് വരുമ്പോഴും നമുക്ക് ഒരിക്കലും ആ ആളിനെ ചിലപ്പോൾ സേവ് ചെയ്യാൻ, നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയം കിട്ടില്ല. അപ്പം കാരണം ഒരു തെറ്റായ ഇടിപ്പ് വന്നു, സഡൻ കാർഡിയാക് ഡെത്ത്, ഇതെല്ലാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ശങ്ക തോന്നുന്നുണ്ടെങ്കിൽ, സംശയം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിസ്ക് ഫാക്ടേഴ്സ് ക്യാരി ചെയ്യുന്ന, അതായത് പ്രമേഹ രോഗിയാണെങ്കിൽ, ഹൈപ്പർ ടെൻസീവ് ആണെങ്കിൽ, കൊളസ്ട്രോൾ, ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ നല്ലൊരു സമയത്ത് പോയി നിങ്ങളുടെ ഹൃദയം ആരോഗ്യമുള്ള അവസ്ഥയിലായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അത് വളരെ നല്ല ഒരു ഇൻഫോർമേഷൻ. എന്നാൽ പല ആളുകളും ഈ ഡോക്ടറെ കാണാൻ മടിക്കുന്നത്, ഒന്ന്, ഇത് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തെന്നിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ടുള്ളൊരു വലിയ വിഷമം നമ്മുടെ ആൾക്കാർക്കുണ്ട്. ആ മേഖലയിൽ ഇവർക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അതിനെക്കുറിച്ച് എന്നാ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പം ഈ ഡയബറ്റീസ് തന്നെ, ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻക്രീസ് കൊളസ്ട്രോൾ, ഇത് ഡയബറ്റീസ് പലരും ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ തന്നെ ഐഡിയലി നമ്മൾ അതിനെ ഡീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിനെ ധൈര്യപൂർവ്വം അതിനെ നമ്മൾ ഫേസ് ചെയ്ത് നമ്മുടെ ഭക്ഷണക്രമത്തിലും, അല്ലെങ്കിൽ ഈവൻ മരുന്ന് കഴിക്കാൻ പോലും, ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് മരുന്ന് ഇതിനെ നമ്മൾ പുഷ് ചെയ്ത് ഒരു 10 കൊല്ലം അങ്ങ് പുഷ് ചെയ്യും. അപ്പോൾ ഒരു 35-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 40-ാമത്തെ വയസ്സിൽ കണ്ടുപിടിച്ച ഡയബറ്റീസ് ചികിത്സിക്കാൻ തുടങ്ങുന്നത് 50-ാമത്തെ വയസ്സിലാണ്. പക്ഷേ ഈ നമ്മൾ അറിയാതിരിക്കുന്നത് ഈ ഒരു 5 കൊല്ലത്തിലാണ് ഈ രോഗത്തിൻ്റെ അതിൻ്റെ വിപത്തുകൾ മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഹാർട്ടിനെ അത് ബാധിച്ചു കഴിഞ്ഞു, കിഡ്നിയെ ബാധിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു അടുത്ത 5 കൊല്ലത്തിനിടയിൽ ഇത് മുഴുവൻ പ്രകടമാവും. അപ്പം നമ്മൾ ഈ 5 കൊല്ലം കൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങി. ഈ 50-ാമത്തെ വയസ്സിലാണ് ഡയബറ്റീസ് ചികിത്സിക്കാൻ തുടങ്ങിയത്. 55-ാമത്തെ വയസ്സായപ്പോഴത്തേക്ക് കിഡ്നിക്ക് ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങി. അപ്പം നമ്മൾ എന്തോ പറയുന്നത്, സാധാരണ 5 കൊല്ലം മരുന്ന് കഴിച്ചു, മരുന്നിൻ്റെ ഇഫക്റ്റ് കാരണം കിഡ്നി കൂടാൻ. പക്ഷെ അതങ്ങനെയല്ല. ഈ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ കാരണം ആ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ നെഫ്രോൺസ് കേടുവരുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 40-ാമത്തെ വയസ്സിൽ നമ്മൾ, അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സിൽ ഇത് ഡിറ്റക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഒരിക്കലും ഈ 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലും കിഡ്നി അതേപോലെ ഇരുന്നേനെ. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കിഡ്നി ഡാമേജ് ആയി എന്നാണ് പൊതുവിലുള്ള പലർക്കുള്ളൊരു ധാരണ. ഇപ്പോൾ ഡോക്ടർ അതിനെ നേരെ തിരുത്തുക. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഇന്ന് മെഡിക്കൽ സയൻസിൽ, ഇന്ന് അലോപ്പതിയിലുള്ള കാരണം നമുക്കറിയാം, ഇന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ 1000-കണക്കിന് മരുന്നാണ് ഇരിക്കുന്നത്. ഒരേ അസുഖത്തിന് തന്നെ പല മരുന്നുകളുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു മരുന്ന് ഇന്ന് മാർക്കറ്റിൽ നിൽക്കില്ല എന്നല്ല, അതിനെ വിഡ്രോ ചെയ്യും.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇന്ന് പോസിറ്റീവ് ഗുണങ്ങളുള്ള ഇന്ന് പല മരുന്നുകളും നമ്മൾ അങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഈ മരുന്ന് നമ്മളിപ്പോൾ 10 കൊല്ലം കഴിച്ചുകൊണ്ട് ആ ഒരു ആഡഡ് ബെനിഫിറ്റ് ഇയാൾക്ക് എന്ത് കിട്ടും കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് പല മരുന്നുകളുടെ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ഇഫക്ട്സ് എന്ന് മാത്രമല്ല, ന്യൂട്രലും അല്ല, പല പോസിറ്റീവ് ഇഫക്ട്സും. കാരണം നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ BP യുടെ ഒരു ARBs ഒരു ചെറിയൊരു ഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, BP ഇല്ലേ പോലും. അത് സ്റ്റഡീസ് കാണിക്കുന്ന അങ്ങനെയുള്ള ഒരാളിൽ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ള, പ്രോട്ടീനൂറിയ കുറവാണ്. അപ്പം പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. നമ്മളൊരു മരുന്ന് തരുന്നതിലൂടെ ഒരു ഗുണം നമ്മൾ ആ ആൾക്ക് തടയുകയാണ്. അപ്പോൾ ആ ഒരു ഗുണം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മരുന്നും കൂടെ ആഡ് ചെയ്യും. അപ്പം ഈ എന്ന് പറഞ്ഞ പോലെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ഒരു മരുന്ന് കഴിച്ചിട്ട് ഒരു ദോഷം വരാനായിട്ട് ഉള്ള ഒരു മരുന്നുകളും ഇന്ന് നമ്മൾ മാർക്കറ്റിലില്ല. ചുരുക്കം ഈ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഒഴികെ. കാരണം ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്ന് നമ്മൾ വലിയൊരു രോഗത്തിന് വേണ്ടി കാരണം നമുക്ക് അറിയാം, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ മുടി പോകുന്നു. അപ്പോൾ നമ്മൾ ആ വലിയൊരു രോഗത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്ന് ചെറിയ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു. അല്ലാതെ നമ്മൾ ഇന്ന് ഈ പലരും പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള പല സൈഡ് എഫക്ട്സുകളും നമുക്ക് ശരിക്കും അത് വളരെ എക്സ്പെരിമെൻ്റലായിട്ട് മാത്രമുള്ളതാണ്, അല്ലാതെ നമ്മൾ ഒരിക്കലും അത് കാണാറില്ല. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോളട്ടെ ഡോക്ടറെ, ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപ്, ഈ പല ആളുകളിലും ഈ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ശരിയായ രീതിയിൽ കൂടി നിൽക്കുമ്പോൾ അവർക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൃദ്രോഗവും അതുമായിട്ടും ചിലപ്പോൾ ബന്ധം കാണുമായിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ ഒരു ആത്മീയ ജീവിതവും നമ്മുടെ ശാരീരിക ആരോഗ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമുക്ക് ഇത് നമ്മൾ തികച്ചും ഒബ്സേർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നമുക്ക് അവർ ആത്മീയമായിട്ട് നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അതിൻ്റെതായിട്ടുള്ള ഒരു തലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നവരിൽ, അതായത് നമുക്കൊരു ഇത് ദൈവത്താൽ നിർമ്മിതമാണെന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവം ഇതിനെ ഓവർസീ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ് എന്നുള്ള ആ ഒരു വിശ്വാസം ഉള്ളവരിൽ തീർച്ചയായിട്ടും പല രോഗങ്ങളും കുറവാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ദുരുപയോഗപ്പെടുത്തുന്നത് കുറയുന്നു. അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരാൾ ആ ജീവിതത്തെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ശരീരത്തെ ടോർച്ചർ ചെയ്താണ് നമ്മൾ ഇന്ന് പലതും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓവർ ടൈം എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണ്, 16 മണിക്കൂർ 18 മണിക്കൂർ വർക്ക് ചെയ്യുക. സോ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശരീരത്തെ ടോർച്ചർ ചെയ്ത് നമ്മൾ ഈ ധനം എന്നുള്ള അല്ലെങ്കിൽ പ്രശസ്തി എന്നുള്ള ആ ഒരു ഇതിനു വേണ്ടി, നശ്വരമായിട്ടുള്ളൊരിതിനു വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശരീരത്തെ നമ്മൾ ടോർച്ചർ ചെയ്യുക. അങ്ങനെ കുറച്ച് നാൾ ടോർച്ചർ ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലി ശരീരവും അതിൻ്റെ ഫലങ്ങൾ. അപ്പം നമ്മളെപ്പോഴും നമുക്ക് ഈ ലോകത്തിലെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരുന്നുണ്ട്, നമുക്ക് ഒരു ആരോഗ്യമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം ദൈവം തരുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലും, പിന്നെ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ കീപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഉറക്കവും നല്ലതായിരിക്കും, നമ്മുടെ എക്സസൈസും നല്ലതായിരിക്കും, നമ്മുടെ ആഹാരക്രമവും നല്ലതായിരിക്കും, എല്ലാം നന്നായിട്ട് പോകും. ഇങ്ങനെയുള്ളവരിൽ ലോകം എമ്പാടും ഉള്ള ഏത് തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ശരിക്കും ഒരു ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് പലരും ഈ യോഗികളായിരിക്കുന്നവർ 10, 80, 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് അവർ ഈ ഒരു ബേസിൽ അവരുടെ ജീവിതത്തെ, മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റുമ്പോഴാണ്. അപ്പോൾ അത് രോഗമില്ലാത്തൊരവസ്ഥയെ, ഈ രോഗം വരുന്നതാണല്ലോ. നമ്മൾ ജനിക്കുമ്പോൾ രോഗമില്ല, ജനിച്ച് നമ്മളൊരു പ്രായം വരെ നമുക്ക് രോഗം നമ്മൾ കാണുന്നില്ല. പിന്നെ നമ്മൾ അക്വയർ ചെയ്യുന്നതാണ് ഈ പല രോഗങ്ങളും, ഇൻക്ലൂഡിങ് ക്യാൻസേഴ്സ് പോലും നമ്മൾ അക്വയർ ചെയ്യുന്ന. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ജനിച്ച രീതിയിൽ ആരോഗ്യത്തോടെ തുടരാനായിട്ട് നമുക്ക് ഈ
ആത്മീയതയും സ്പിരിച്വാലിറ്റിയും നമ്മുടെ ദൈവവിശ്വാസവും നമ്മുടെ ഗ്രേറ്റ്ഫുൾനെസ്, നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു ഹൃദയം, നന്ദിയുള്ള ഒരു ഹൃദയവും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ശരീരവും അതിൻ്റെ അവയവങ്ങളും എല്ലാം. അപ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമ്മുടെ ശരീരത്തെ കാത്ത് സൂക്ഷിക്കേണ്ട വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ ശരീരം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമ്മൾ കാത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കും. നമ്മുടെ ആരോഗ്യം, അതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി. അപ്പോൾ ദൈവം എൻ്റെ ആരോഗ്യത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിപ്പാനായിട്ട് സാധിക്കും. ഡോക്ടർ ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള ഈ വിലപ്പെട്ടതായിട്ടുള്ള ഇൻഫോർമേഷൻ, അത് എനിക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിപ്പാനായിട്ട് മനസ്സ് വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടറോടുള്ള നന്ദി അറിയിക്കുന്നു.